പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ 37 വർഷത്തെ പതിവ് തെറ്റിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. 1989 അധികാരമേറ്റതു മുതൽ വ്യോമസേന കമാൻഡർമാരുമായി അദ്ദേഹം നടത്തിയിരുന്ന വാർഷിക കൂടിക്കാഴ്ചയിൽ നിന്ന് ഇതാദ്യമായിട്ടാണ് ഖമേനി വിട്ടുനിൽക്കുന്നത്. അമേരിക്കയുമായുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന ഈ വേളയിൽ ഖമേനിയുടെ അസാന്നിധ്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ചോ അല്ലെങ്കിൽ ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന രഹസ്യ സൈനിക നീക്കങ്ങളെ കുറിച്ചോ ഉള്ള അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. ട്രംപ് ഭരണകൂടം സമ്മർദ്ദം കടുപ്പിക്കുമ്പോൾ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. അതേസമയം ട്രംപിനെ പേടിച്ചാണ് ഖമേനി 37 വർഷത്തെ പതിവ് തെറ്റിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. കഴിഞ്ഞ 37 വർഷത്തിനിടെ ആദ്യമായി എയർഫോഴ്സ് കമാൻഡർമാരുള്ള വാർഷിക യോഗത്തിൽ നിന്ന് ഖമേനി വിട്ടുനിന്ന വാർത്ത ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം വർദ്ധിക്കുകയും US ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയും ചെയ്യുന്ന ഈ നിർണായക ഘട്ടത്തിലാണ് ഖമേനിയുടെ അസാന്നിധ്യം എന്നത് എടുത്തു പറയണം. രാജ്യത്തോടുള്ള കൂറ് പ്രകടിപ്പിക്കുന്ന ഒരു പ്രതീകാത്മക ചടങ്ങാണ് വാർഷിക സമ്മേളനം. ഏതാണ്ട് 4 പതിറ്റാണ്ടുകളായി ഇറാനിയൻ സൈനിക കലണ്ടറിലെ ഒരു സ്ഥിരം പരിപാടിയായിരുന്നു ഇത്. ഈ വർഷം ഖമേനി ഇതിൽ പങ്കെടുക്കാത്തതാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. പകരം സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് അബ്ദുൾ റഹീം മൗസാവിയാണ് ഖമേനിക്ക് വേണ്ടി വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ കണ്ടത്. എന്തുകൊണ്ട് ഖമേനി വന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്.